ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് കുറക്കണം, അല്ലെങ്കിൽ ഓൾറെഡി കുറച്ച് തടിയുണ്ട്, കുറച്ച് റെഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി ഡയറ്റിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു റെസിപ്പി. മഖാന എന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള, നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട, നമ്മൾ പൊതുവെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് മഖാന. അത് വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. അതൊരു വാട്ടർ ലില്ലിയുടെ സീഡാണ്. അത് നമ്മൾ പലതരം പ്രിപ്പറേഷൻസിൽ നമുക്ക് കഴിക്കാം. ഒരു 3 ഐറ്റംസ് ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. കാണാം. ഇതാണ് മഖാന. നമ്മൾ പൊതുവെ മലയാളികൾ യൂസ് ചെയ്യുന്നത് കുറവാണ്. ഇതൊരു വാട്ടർ ലില്ലിയുടെ സീഡാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇത് ആദ്യം നമുക്ക് കുറച്ച് നെയ്യിൽ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഖാന ഇടാം. നന്നായി ഇളക്കി കരിയാതെ റോസ്റ്റ് ചെയ്തെടുക്കുക. മഖാന ഒരുപാട് ന്യൂട്രിറ്റീവ് വാല്യൂസ് ഉള്ളൊരു ഫുഡ് ഐറ്റമാണ്. ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അത് മാത്രമല്ല സോഡിയം കുറവാണ്, പൊട്ടാഷ്യം, മാഗ്നീഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതായത് ഷുഗർ ഉള്ളവർക്ക് പറ്റിയൊരു സ്നാക്കാണ് ഇത്. ഷുഗർ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം, കൊളസ്ട്രോൾ ഉള്ളവർക്കും കഴിക്കാം. അങ്ങനെ ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് ഐറ്റമാണ് ഈ മഖാന. ഇത് വെച്ചിട്ട് നമുക്ക് പുഡിങ്സ് ഉണ്ടാക്കാം, പായസത്തിൽ ആഡ് ചെയ്യാം, പിന്നെ സ്നാക്സ്, റൈത്ത ഉണ്ടാക്കാം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാം. സാലഡ് പോലെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിൽ പല വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നന്നായിട്ട് ഫൈബർ കണ്ടന്റും ഈ ലില്ലി സീഡിലുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ക്രഞ്ചി ആയിട്ടുള്ള സ്നാക്സ് ആക്കി എടുക്കാനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. സൈഡൊന്നും കരിയാതെ നോക്കിയെടുക്കണം. ഒന്നെടുത്ത് ഉടച്ചു നോക്കിയതാ, കൈ കൊണ്ട് ഇത് പൊടിയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് ഉപ്പിടാം, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പൊടികൾ കരിയാതെ പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കുക. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചാട്ട് മസാല കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഈവനിങ്ങിലൊക്കെ വെറുതെ ഒന്ന് കുറച്ചുകൊണ്ടിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇതൊരു കുറച്ചുകൂടെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നന്നായി ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. ഒരു 3-4 ദിവസത്തേക്കൊക്കെ സുഖമായിട്ട് ഇടക്കിടക്ക് എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മഖാനയെ തന്നെ കുറച്ചെടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാണാം. ആദ്യം കുറച്ച് ഫൈൻലി ചോപ്ഡ് അണിയൻ ഇടാം. സവാളയാണ് ചെറുതായി അരിഞ്ഞിട്ടിടുക. പിന്നെ കുറച്ച് തക്കാളി. നമുക്ക് ക്വാണ്ടിറ്റി എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് ഇടുക. ഞാനതുകൊണ്ട് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല. പിന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, മല്ലിയില. ഇതിലേക്ക് നമുക്ക് പാകത്തിന് മഖാന ആഡ് ചെയ്യാം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മഖാനയാണ് ആഡ് ചെയ്യുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ചാട്ട് മസാല, കുറച്ച് മുളക് പൊടി, നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്ക് യൂസ് ചെയ്യാം.
ഇത് പക്ഷേ നമ്മൾ ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുകൊണ്ട് കഴിക്കുന്നതിന് തൊട്ട് മുന്നായി മാത്രം മിക്സ് ആക്കിയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് സോഗിയായി മാറും. അപ്പോൾ അതിൻ്റെ വിചാരിച്ച ആ ഒരു ടേസ്റ്റിൽ കിട്ടൂല. ഇതാ നമ്മുടെ സെക്കൻഡ് ഐറ്റവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കേർഡ് ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. സ്നാക്സ് ആയിട്ടല്ലാതെ ഇത് നമുക്ക് ഏതെങ്കിലും ഫുഡിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കുറച്ച് കേർഡ് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. കുറച്ച് ചാട്ട് മസാല മേലെ തൂവാം. അതുപോലെ മുളക് പൊടി. ഗാർലിക് ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചെറിയ പീസസ് ആക്കിയ ഗാർലിക് കൂടെ ഈ സമയത്ത് ഈ കേർഡിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ് തരിക. എങ്ങനെയുണ്ട് ഇന്നത്തെ റെസിപ്പി? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.